ഓക്കെ, നമ്മൾ ഇന്ന് ഈ സെഷനിൽ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് ഒരു പേജ്, നമ്മുടെ കോഴ്സ് പേജിൽ എങ്ങനെയാണ് ഒരു പേജ് നമ്മൾ ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ്. പേജ് എന്നുള്ളത് ഉദ്ദേശിക്കുന്ന ഒരു വെബ് പേജ് ആണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, നമ്മൾ ഇത്തരത്തിലുള്ള ഏത് മാറ്റങ്ങളും വരുത്തണമെങ്കിൽ ആദ്യമായി നമ്മൾ നമ്മളുടെ കോഴ്സ് പേജ് ടേൺ എഡിറ്റിംഗ് ഓൺ, നമ്മുടെ പേജിനെ എഡിറ്റിംഗ് മോഡിലേക്ക് മാറ്റുക. ഓക്കെ, എന്നിട്ട് ഇപ്പോൾ പിന്നെ ഏറ്റവും താഴെയായിട്ട് ഒരു ആഡ് ടോപ്പിക് എന്ന രീതിയിൽ ആഡ് ആൻ ആക്ടിവിറ്റി ഓർ റിസോഴ്സ് എന്ന രീതിയിലാണ് കൊടുക്കേണ്ടത്. ഓക്കെ, മറ്റൊരു കോഴ്സിലാവാം. ശരി, ഇവിടെ എഡിറ്റിംഗ് ഓൺ ആക്കുന്നു. എഡിറ്റിംഗ് ഓൺ ആക്കിയിട്ട് ആഡ് ആൻ ആക്ടിവിറ്റി ഓർ റിസോഴ്സ്. അപ്പൊ ഇവിടെ നമുക്കൊരു പേജ് ആണ് കൊടുക്കുക. പേജ് എന്ന് പറഞ്ഞാൽ വെബ് പേജ് എന്ന രീതിയിലാണ് ഉദ്ദേശിക്കുന്നത്. അവിടെ നമ്മൾ പേജിന്റെ ലേഔട്ട് ഈ രീതിയിലാണ് വരിക. നമുക്കിപ്പം ഞാനിപ്പം പോസ്റ്റ് ഓൺ ഡിസ്ട്രിബ്യൂഷനുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങളാണ് എനിക്ക് അവിടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതിവിടെ നമുക്കൊരു പേജ് എന്താണെന്നൊന്ന് കാണാം. ഇവിടെ നമ്മൾ ഞാനിപ്പോ ഒരു വിക്കി പേജ് തുറന്നു വെച്ചിരിക്കുക. അപ്പൊ ഈ വിക്കി പേജിന്റെ പ്രത്യേകത അത് അവിടെ നിന്നും ഇപ്പോ ഓരോ ഇതിൽ നിന്ന് ലിങ്കുകളുണ്ട്, മൾട്ടിമീഡിയ കണ്ടന്റുകളുണ്ട്, ഇമേജസ് ഉണ്ട്. ആ ഇമേജസിൽ ക്ലിക്ക് ചെയ്താൽ ഞാനൊരു ന്യൂ ടാബിൽ ഓപ്പൺ ആക്കാം. അത് ഇവിടെ ആലപ്പുഴയെ കുറിച്ചുള്ള റൈറ്റപ്പും അതിന്റെ ഒരു ഫോട്ടോയും അടക്കമുള്ള സംവിധാനം. അപ്പൊ എന്ന് പറഞ്ഞാൽ പല സ്ഥലങ്ങളിലേക്ക് നമ്മളെ ഗൈഡ് ചെയ്യുന്ന ഒരു ലാൻഡിംഗ് പേജ് സ്ട്രക്ചറിലായിരിക്കാം ഇതിനെ നമ്മൾ ഘടനപ്പെടുത്തിയെടുത്തിരിക്കുന്നത്. ഓക്കെ, ഈ രീതിയിലാണത് ചെയ്യുന്നത്. ഇവിടെ നിന്ന് നമുക്ക് ഒരു പേജിൽ നിന്ന് മറ്റ് സ്ഥലങ്ങളിലേക്കുള്ള മറ്റ് പേജുകളിലേക്കോ മറ്റ് കണ്ടന്റുകളിലേക്കോ ഒക്കെയുള്ള ലിങ്കുകൾ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. മൾട്ടിമീഡിയ, ടെക്സ്റ്റ്, ഒപ്പം തന്നെ ഇമേജ്, വീഡിയോയും ഓഡിയോയും ഒക്കെ കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പേജാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരുന്നത് ഇവിടെ ഒരു എഡിറ്റിംഗ് പേജ്, പോസ്റ്റ് ഓൺ ഡിസ്ട്രിബ്യൂഷനെ കുറിച്ചാണ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതിന്റെ ആദ്യം വരുന്നത് ഡിസ്ക്രിപ്ഷൻ പേജ് ആണ്. അപ്പൊ ഞാനിപ്പം പോസ്റ്റ് ഓൺ ഡിസ്ട്രിബ്യൂഷൻ വെറുതെ സെർച്ച് ചെയ്ത് അതിന്റെ ഒരു ഇമേജ്, ഓക്കെ, പോസ്റ്റ് ഓൺ ഡിസ്ട്രിബ്യൂഷൻ സെർച്ച് ചെയ്ത് അതിന്റെ ഒരു ഇമേജ് ജസ്റ്റ് ഞാനത് ഒന്ന് കോപ്പി ചെയ്ത് ഓക്കെ, പോസ്റ്റ് ഓൺ ഒരു ഡിസ്ട്രിബ്യൂഷന്റെ ഒരു ഇമേജ് വെറുതെ അതിന്റെ ഇമേജ് എടുത്തു. അത് നമ്മുടെ ബേസിക് പേജിൽ തന്നെ കാണത്തക്ക രീതിയിൽ വരാനായിട്ടാണ്. നമുക്ക് വേണമെങ്കിൽ ഇത് ഡബിൾ ക്ലിക്ക് ചെയ്താൽ അതിന്റെ ഇമേജിന്റെ സൈസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. അത് അത്ര വലിയൊരു ഇമേജ് ആവേണ്ടതില്ല എങ്കിൽ ഇതിപ്പോ ഒരു 150 ഒക്കെ മതി എന്ന് കരുതിൽ 150 ആണ്. അത് ഓട്ടോ സൈസ് ആണ് എന്നുള്ളത് കൊണ്ട് ഓക്കെ, ഡിസ്പ്ലേ ഓൺ ഡിസ്ക്രിപ്ഷൻ പേജ് എന്ന് കൊടുക്കുന്നതോടുകൂടി അത് വരും. ഇവിടെ ഇങ്ങോട്ട് മാറ്റിയാൽ ഇതിന്റെ അലൈൻമെന്റ് ഒക്കെ അടക്കമുള്ള കാര്യങ്ങൾ സ്വയം പരിചയപ്പെടാവുന്നതാണ്. ഇവിടെയാണ് നമ്മളെ പേജിന്റെ കണ്ടന്റുകൾ കൊടുക്കുന്ന പേജ്. ഓക്കെ, കണ്ടന്റുകൾ കൊടുക്കുന്ന ടെക്സ്റ്റ് ബോക്സ് ഇതാണ്. ഇവിടെ നമ്മൾ കൊടുക്കുന്ന വിവരങ്ങളാണ് നമ്മളുടെ പേജിൽ വരിക. ഞാൻ കുറച്ച് ടെക്സ്റ്റ് കൊടുത്തു. കുറച്ച് ടെക്സ്റ്റ് കൊടുത്തിട്ട് ഓക്കെ, അത് പേസ്റ്റ് ചെയ്യുന്നു. പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഫോർമാറ്റിംഗ് അടക്കമുള്ള കാര്യങ്ങൾ എനിക്ക് ഇതിന്റെ ഫോർമാറ്റിംഗ്, ഫോണ്ട് സൈസ്, ഹെഡിങ് ലാർജ് ആക്കാം. ഈ രീതിയിലൊക്കെ നമുക്ക് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഒക്കെ ഉണ്ട്. അത് ബോൾഡ് ആക്കാം, ഇറ്റാലിക്സ്, നമ്മൾ സാധാരണ ടെക്സ്റ്റ് എഡിറ്റിംഗ് സാധനങ്ങളൊക്കെ തന്നെ ചെയ്യും. ഇനി വേണമെങ്കിൽ ഇവിടെ ഒരു ഇമേജ് അല്ലെങ്കിൽ ഏതെങ്കിലും മൾട്ടിമീഡിയ, ഇപ്പൊ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പോസ്റ്റ് ഓൺ ഡിസ്ട്രിബ്യൂഷൻ എന്ന് ഇതിൽ ക്ലിക്ക് ചെയ്താൽ ഉടനെ തന്നെ, അല്ലെങ്കിൽ ഈ ഒരു പോസ്റ്റ് ഓൺ ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്താൽ ഉടനെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വെബ് പേജിലോട്ട് പോകണം. ഇപ്പൊ ഞാനിപ്പം ഇവിടെ പോസ്റ്റ് ഓൺ ഡിസ്ട്രിബ്യൂഷനുമായി ബന്ധപ്പെട്ടുള്ള വിക്കിപീഡിയ പേജിന്റെ ലിങ്ക് ഞാനവിടെ കോപ്പി ചെയ്ത് വെച്ചിട്ട് നമുക്ക് വേറെ നമ്മളുടെ തന്നെ ഏതെങ്കിലും തയ്യാറാക്കിയ പേജുകളിലേക്കൊക്കെയുള്ള ലിങ്ക് വേണേൽ കൊടുക്കാം. ലിങ്ക് കൊടുക്കാനായിട്ട് ഇവിടെ ലിങ്ക്, നമ്മുടെ ചെയിന്റെ 2 ചങ്ങലകൾ കണക്ട് ചെയ്ത പോലത്തെ ഒരു ഐഡിന്റെ ഐക്കൺ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് പേസ്റ്റ് കൊടുത്ത് ക്രിയേറ്റ് ലിങ്ക് എന്ന് കൊടുക്കുന്നതോടുകൂടി റണ്ണിങ് ടൈമിൽ ഇത് ബ്ലൂ കളറിൽ ലിങ്ക് ക്ലിക്കബിൾ ആയിട്ട് വരും. നമുക്ക് വേണമെങ്കിൽ ഇമേജസ് ആഡ് ചെയ്യാനായിട്ട്, അപ്പം ഇതിന്റെ അവസാനം ഇമേജ് ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇമേജുകളുടെ URL കൊടുക്കാം. അതല്ലെങ്കിൽ നമുക്കത് ഇമേജുകൾ ഇവിടെ നമുക്ക് പേസ്റ്റ് ചെയ്യാനടക്കം പറ്റും. ഓക്കെ, പേസ്റ്റ് ചെയ്യാൻ നമ്മൾ ഓൾറെഡി കണ്ടു. സാധാരണ എല്ലാ ടെക്സ്റ്റ് എഡിറ്റിലും വർക്ക് ആകുന്നത് പോലെ തന്നെ ഇവിടെ വെറുതെ
ഇവിടെ ഇപ്പോൾ ഒരു ഇമേജ്, ഈ ഒരു ഇമേജ് എനിക്കിവിടെ പേസ്റ്റ് ചെയ്യണമെങ്കിൽ കോപ്പി ഇമേജ് എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ആ ഇമേജ് ഇവിടെ കൺട്രോൾ V അടിച്ച് പേസ്റ്റ് ചെയ്യാനായിട്ടൊക്കെ പറ്റും. അതിന്റെ ഇനി ഈ ഇമേജ് ക്ലിക്ക് ചെയ്താൽ എവിടേക്കെങ്കിലും ലിങ്ക് കൊടുക്കണമെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്തിട്ട് കൊടുക്കാനുള്ള അടക്കമുള്ള ഫീച്ചേഴ്സ് ഉണ്ട്. ഓക്കെ, നമ്മളിങ്ങനെയാണ് ഒരു പേജ് സെറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇത് നമ്മളുടെ ആവശ്യത്തിനും സൗകര്യത്തിനും അനുസരിച്ച് ഈ പേജ് വലുതാക്കി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. അപ്പൊ നമുക്കിപ്പം ഒരു വലിയൊരു ഫയല് എവിടെയെങ്കിലും അവൈലബിൾ ആയിട്ടുള്ള ഫയലാണെങ്കിൽ ആ ഫയല് നമുക്ക് ഒറിജിനലായി ഇവിടെ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു ഇമേജ് ആണെങ്കിൽ അതിലേക്കുള്ള ഈ ഇമേജിന്റെ ലിങ്ക് ഇപ്പം ഈ ഒരു ഇമേജിന്റെ സെയിം കോപ്പി ഇമേജ് അഡ്രസ് എന്ന് പറഞ്ഞുകൊണ്ട് ആ അഡ്രസ് വെച്ച് വേണമെങ്കിലും നമുക്ക് ഇവിടെ അതിനെ ഇൻവോക്ക് ചെയ്യാനായിട്ട് പറ്റും. അതിനടുത്ത് ഇതെടുത്ത് കഴിയുമ്പോഴത്തേക്ക് അവിടെ ആ ഒരു, അല്ലെങ്കിൽ പുതിയൊരു ഇമേജ് ആയിട്ടാണ് ആഡ് ചെയ്യണമെങ്കിൽ ഇതേ ക്ലിക്ക് ചെയ്യുക, ഇൻസേർട്ട് ഇമേജ് എന്ന് കൊടുക്കുക, ആ ഒരു URL കൊടുത്തിട്ട് സേവ് ഇമേജ് എന്ന് കൊടുത്താൽ ആ ഒരു ഇമേജ് ഇവിടെ വരുന്നുണ്ട്. ഓക്കെ, ഡിസ്ക്രിപ്ഷൻ ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, ഈ രീതിയിൽ നമുക്ക് ഡെക്കറേറ്റീവ് ആണ് എന്നുള്ളത് കൊടുക്കുന്നു, സേവ് കൊടുക്കും. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത് ഈ ഒരു ഇമേജ്, ഒന്നാമത്തെ ഇമേജ് നമ്മളിവിടെ പേസ്റ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ രണ്ടാമത്തെ ഇമേജ് പേസ്റ്റ് ചെയ്തിട്ടില്ല, അവിടേക്കുള്ള ഒരു പോയിന്റർ മാത്രമാണ് നമ്മൾ പേസ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്നുവെച്ചാൽ ഈ ഒരു രണ്ടാമതുള്ള ഈ ഒരു ഇമേജ് അത് സെർവറിൽ നിന്ന് അപ്പോൾ ആ സമയത്ത് അവിടെ നമ്മൾ കൊടുത്ത URL നിന്നും അത് എടുക്കുകയാണ്. അപ്പൊ അങ്ങനെ നമുക്ക് ഇതിനകത്തുള്ള ഓരോ നമുക്ക് HTML ടാഗുകൾ പരിചയമുള്ളവരാണെങ്കിൽ ഈ ഒരു ടാഗ് ഉപയോഗിച്ചുകൊണ്ട് HTML ടാഗ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ പേജുകളെ കുറച്ചുകൂടെ നന്നായിട്ട് നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഈ രീതിയിൽ നമ്മൾ ഒരു വെബ് പേജ് ഡിസൈൻ ചെയ്യാനായിട്ടൊക്കെ പറ്റുന്നതാണ്. അത് നമുക്ക് ഒരു മൊഡ്യൂൾ മുഴുവൻ വേണമെങ്കിൽ ഒരു വെബ് പേജ് ആയിട്ട് കൊടുക്കുകയും ഇതിനകത്ത് തന്നെ നമുക്ക് ഏതെങ്കിലും എക്സാം അതിലേക്കുള്ള ലിങ്ക് വേണമെങ്കിലും കൊടുക്കാം. അപ്പൊ നമ്മളിപ്പോൾ ഓൾറെഡി നമ്മൾ ഗൂഗിൾ ഫോമിൽ ചെയ്തിട്ടൊരു എക്സാം ഉണ്ട്, അവിടേക്കുള്ള ലിങ്ക് ആണ് കൊടുക്കേണ്ടെങ്കിൽ ഈ ആർട്ടിക്കിൾ വായിക്കുക, എന്നിട്ട് അവസാനത്തെ അതിന്റെ ലിങ്ക്, അതിന്റെ ഈ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് ഈ മുകളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ആൻസർ ചെയ്യുക എന്ന രീതിയിലൊക്കെ വേണമെങ്കിൽ നമുക്കിതിനെ ഒരു റിസോഴ്സ് ആണെങ്കിൽ കൂടി അതിനെ നമുക്ക് നമ്മുടേതായ രീതി കസ്റ്റമൈസ് ചെയ്ത് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഓക്കെ, ധാരാളം ഫീച്ചേഴ്സ് ഉള്ളതാണ് പേജ്. നമ്മൾ ചുരുക്കിയ സമയം കൊണ്ട് തന്നെ കുറച്ച് ഫീച്ചേഴ്സ് മാത്രമേ പറയാനായിട്ട് ഒരുങ്ങുന്നുള്ളൂ. ഇവിടെ നമുക്ക് വീഡിയോ അതുപോലെ തന്നെ ഓഡിയോ വേണമെങ്കിൽ ഇൻസേർട്ട് ചെയ്യാനുള്ള സംവിധാനങ്ങളടക്കം ഉണ്ട്. ഇപ്പൊ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് റെക്കോർഡ് ചെയ്യണമെങ്കിൽ റെക്കോർഡ് വീഡിയോ എന്ന് കൊടുത്താൽ മതി. ബിക്കോസ് ഞാനതിന് ഒരുങ്ങുന്നില്ല. ഓൾറെഡി എൻ്റെ ക്യാമറ അടക്കം ഓൾറെഡി മറ്റൊരു ആപ്പ് യൂസ് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ കോൺഫ്ലിക്റ്റ് ഉണ്ടാകും എന്നുള്ളതുകൊണ്ട് ഞാനതിന് ഒരുങ്ങുന്നില്ല. നമുക്ക് ഇങ്ങനെയൊക്കെ ഒരു പേജ് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. എന്നിട്ടത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് പേജ് വരിക. നമ്മൾ ആ ഒരു ഡെക്കറേറ്റീവ് ഇമേജ് തുടക്കത്തിൽ കൊടുത്തിരുന്നല്ലോ, ഷോ ആൻഡ് കോഴ്സ് പേജ് എന്ന്. അത് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ഈ രീതിയിലൊരു പേജ് കുട്ടികൾക്ക് കാണാനായിട്ട് പറ്റും. ഇത് ക്ലിക്ക് ചെയ്താൽ ഉടനെ നമ്മളത് ഓട്ടോമാറ്റിക്കലി അങ്ങോട്ട് പോകുന്ന രീതിയിലാണ് കൊടുത്തത്, എംബഡഡ് ആയിട്ടൊന്നും അല്ല കൊടുത്തത്. അത് ആ ഒരു പേജിലേക്ക് പോകുന്നതായിട്ട് കാണാം. ഈ രീതിയിൽ നമുക്ക് ഒരു പേജ് ഡിസൈൻ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അത് നമ്മളുടെ കോഴ്സുകൾ കൂടുതൽ ഇന്ററാക്റ്റീവ് ആക്കുന്നതിനായിട്ട് മൾട്ടിമീഡിയ വെബ് പേജുകൾ ക്രിയേറ്റ് ചെയ്യുന്നത് നന്നായിരിക്കും. ഓക്കെ, താങ്ക് യു.